ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കാണാതെ പോരാത്തൊരു സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ. ഞങ്ങളിപ്പോൾ ലോട്ടസ് ടെമ്പിളിലേക്ക് കയറാൻ പോകണം. ഇതൊരു വ്യാഴാഴ്ചയാണ്, പക്ഷേ ഒരുപാട് ആളുകൾ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ക്യൂ നിന്നിട്ടാണ് കയറാൻ പറ്റുന്നത്. ഇതാണ് ലോട്ടസ് ടെമ്പിളിന്റെ എൻട്രി. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ലോട്ടസ് ടെമ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻട്രി ഫീസ് ഇല്ല. ട്രാവലേഴ്സിനെ സംബന്ധിച്ച് വലിയ ബാഗ് അകത്തേക്ക് അലൗഡ് അല്ല. അത് കൂടാതെ ഇവിടെ ക്ലോക്ക് റൂമില്ല. ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അതോറിറ്റിയുടെ ഒരു ക്ലോക്ക് റൂം ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് വലിയ ബാഗുള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ വലിയ ബാഗ് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് വരുമ്പോൾ ഒന്ന് ഓർത്തണം. നമ്മൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ബാഗുമായിട്ടേ വരാൻ പാടുള്ളൂ. വലിയ ബാഗുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ സാധിക്കില്ല. ക്ലോക്ക് റൂമും അവൈലബിൾ അല്ല. ഈ ഒരു ചെറിയൊരു കടയിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇവർ 50 രൂപ ഒക്കെയാണ് ഒരു ബാഗിന് കീപ്പ് ചെയ്യുന്നതിന് മേടിക്കുന്നത്. ഡൽഹി സിറ്റിയിൽ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ട് കാണേണ്ട 5 സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊന്നാണ് ലോട്ടസ് ടെമ്പിൾ. അത് ബാക്കി കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. ആ ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള ടെമ്പിൾ ആയതുകൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ എന്നുള്ള പേര് വരാൻ കാരണം. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. ചുറ്റിലും പൂന്തോട്ടവും നിറയെ മരങ്ങളും കിളികളും എല്ലാമായിട്ടൊരു സമാധാന അന്തരീക്ഷം. കമിതാക്കളും ഫാമിലിയും എല്ലാം പുൽമൈതാനത്തിൽ പല കോണുകളിലായിട്ടിരിപ്പുണ്ട്. ചിലർ ഫോട്ടോ എടുക്കുന്നു, മറ്റു ചിലർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ചാക്കെടുത്ത് നമ്മുടെ ചെരുപ്പെല്ലാം കൂടെ അതിൽ ഇട്ടിട്ട് തൊട്ടപ്പുറയുള്ള ഫുഡ് വെയർസ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വേണം കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആയിരത്തി 1986 ഡൽഹിയിൽ സ്ഥാപിതമായതാണ് ലോട്ടസ് ടെമ്പിൾ. ഓപ്പൺ ഫോർ ഓൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരിയെന്ന് തോന്നുന്നു. കമൽ മന്ദിർ എന്നാണ് ഹിന്ദിക്കാർ ലോട്ടസ് ടെമ്പിളിനെ വിളിക്കുന്നത്. ലോകത്തിൽ നിരവധി സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ബഹായ് ഹൗസ് ഓഫ് വർഷിപ്പിൻ്റെ ഇന്ത്യയിലെ ഒരു ക്ഷേത്രമാണ് ലോട്ടസ് ടെമ്പിൾ. ബഹായ് എന്നത് ഒരു മതമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഒരേപോലെ അവരവരുടെ ആരാധനാ സമ്പ്രദായം ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്തരമൊരു ആശയം പ്രചരിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഒരുമയുടെ പ്രതീകമാണ് ബഹായ് ഹൗസ് ഓഫ് വർഷിപ്പ് സെൻറ്റേഴ്സ്. 26 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സുന്ദര ഭൂമിയിൽ മാർബിൾ കൊണ്ടാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ നിർമ്മാണം. ഏകദേശം $10 മില്യൺ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. സാധാരണഗതിയിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് സന്ദർശന സമയം എന്നത്. തിങ്കളാഴ്ച പ്രവേശനം അനുവദനീയമല്ല. എൻട്രി പാസും ക്യാമറ ഫീയും ലോട്ടസ് ടെമ്പിളിൽ ഇല്ല. ഒരു വർഷത്തിൽ ആവറേജ് 40 ലക്ഷം ആളുകൾ സന്ദർശിക്കുന്ന ഡൽഹി ലോട്ടസ് ടെമ്പിൾ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത്തരം ലോകത്തിൽ പലയിടത്തുള്ള 7 ലോട്ടസ് ടെമ്പിളിൽ ഒന്നാണ് ഇത്. 27 മാർബിൾ താമരയിതൾ കൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. 40 മീറ്റർ ഹൈറ്റുള്ള വേർഷിപ്പ് ഹാളാണ് അകത്ത്. 2500ഓളം ആളുകൾക്ക് ഒരേ സമയം ഹാളിലിരിക്കാം. ഒരു ആരാധനാലയം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് വിഗ്രഹമോ ഫ്രെയിം ചെയ്ത ചിത്രമോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു വേദപുസ്തകമെങ്കിലും പ്രതിഷ്ഠിച്ച കെട്ടിടമായിരിക്കും. എന്നാൽ ലോട്ടസ് ടെമ്പിളിൽ ഇതൊന്നുമില്ല.
ഇവിടെ ആരെയും പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നുമില്ല. അകത്ത് വെറും ശൂന്യമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ സ്വയം കണ്ടെത്താം. മെഡിറ്റേറ്റ് ചെയ്യുവാനും നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുവാനും സാധിക്കും. തികഞ്ഞ ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പടികൾ കയറി ചെല്ലുമ്പോൾ വലതുവശത്തായി ഒരു ആർട്ടിഫിഷ്യൽ കുളം കാണാം. ചുറ്റിലും സ്റ്റെപ്പോട് കൂടിയ ഈ കുളത്തിൻ്റെ പടികളിൽ ആളുകൾക്കിരിക്കാം. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും മെയിൻ ഹാളിൻ്റെ ഉള്ളിൽ അനുവദനീയമല്ല. ഹാളിലേക്ക് കയറുന്നതിന് മുൻപായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിലാക്കുകയോ ചെയ്യണം. എല്ലാവരും വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇവിടെ പെരുമാറുന്നത്. ധാരാളം വിദേശികളെ നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കയറി വന്ന വഴിയിലൂടെ ഇനിയും ധാരാളം ആളുകൾ വരുന്നത് കാണാം. വൃത്തിയായി ഒരുക്കിയ പൂന്തോപ്പും പുൽത്തകിടിയും മരങ്ങളും അതിൻ്റെ ഒത്ത നടുക്ക് വെണ്ണക്കല്ലിൽ തീർത്ത ഈ ടെമ്പിളും നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ വരെ മാത്രമാണ് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ലോട്ടസ് ടെമ്പിളിനെ ബാക്ക്ഗ്രൗണ്ടിലാക്കി ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. വീഡിയോ ഷൂട്ടിംഗ് നിർത്തി ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇറങ്ങി വന്നതിന് ശേഷം അകത്തെ കാര്യങ്ങൾ പറയാം. വല്ലാത്തൊരു ശാന്തമായ അനുഭവമാണ് ടെമ്പിളിൻ്റെ അകത്ത്. നിശബ്ദരായി പലയിടത്തും മാർബിൾ ബെഞ്ചുകളിൽ ഇരുന്നുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നു. ചിലർ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു നിശ്ചിത ശബ്ദത്തിൽ പല മതങ്ങളിലെ പ്രാർത്ഥനകൾ വോളണ്ടിയേഴ്സ് പാടുന്നു. ഇതെല്ലാം കൂടി നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത്. മെയിൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി അല്പം മാറി കുറച്ച് സമയം ഞാൻ ഇരുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി 100 കണക്കിന് ആളുകളാണ് ലോട്ടസ് ടെമ്പിൾ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും ശാന്തമായ അന്തരീക്ഷത്തിൽ അല്പസമയം വന്ന് മനസ്സൊന്ന് തണുപ്പിക്കാനായിരിക്കാം എല്ലാവരും വരുന്നത്. ഇവിടം ലോട്ടസ് ടെമ്പിളിൻ്റെ അടിഭാഗമാണ്. അഹോയ് രീതിയെപ്പറ്റിയും ലോട്ടസ് ടെമ്പിളിൻ്റെ ചരിത്രവും എല്ലാം ഇവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ അണ്ടർഗ്രൗണ്ട് ഭാഗത്തേക്ക് വരുന്നത്. കൂടുതൽ ആളുകൾക്കും താല്പര്യം മുകൾ ഭാഗത്തെ ആംബിയൻസ് ആസ്വദിക്കുവാനും ഫോട്ടോ എടുക്കാനും ആണെന്ന് തോന്നുന്നു. ഡൽഹിയിൽ എപ്പോൾ വന്നാലും ലോട്ടസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ഞാൻ മറക്കാറില്ല. കാരണം ഇവിടെ വന്ന് അല്പസമയം സ്പെൻഡ് ചെയ്താൽ മാനസികമായൊരു പ്രത്യേക ഊർജ്ജം കിട്ടും. പിന്നെ ഇവരുടെ ഈ ആശയത്തോടും എനിക്ക് പേഴ്സണലായി ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട്. ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ഇൻഫർമേഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഹിസ്റ്ററി, എന്തിനു വേണ്ടി ഈ ഒരു അമ്പലം നിലകൊള്ളുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എല്ലാ റിലീജിയൻസിൽപ്പെട്ട ആളുകളെയും ഒരു ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെ ഒരേപോലെ കാണുന്ന ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ സെൻ്ററിലേക്ക് നമുക്ക് ചെന്നാൽ മതി. അപ്പോൾ ഇപ്പം ഒരു ടൈം, ഒരു ഈവനിങ് ആയിട്ടുണ്ട്. നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മോർണിംഗ് ടൈമും ഈവനിങ് ടൈമും ആയിരിക്കും. ഒരു 6 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ ആളുകളെല്ലാം ഇവർ ക്ലോസ് ചെയ്യും. ആളുകളെല്ലാം ഇറക്കി വിടും ആ ഒരു ടൈമിലേക്ക്. ലോട്ടസ് ടെമ്പിൾ ഇതുവരെ സന്ദർശിക്കാത്തവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ വിസിറ്റ് ചെയ്തവർക്ക് ഒരു ഓർമ്മ പുതുക്കലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ സപ്പോർട്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.